ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ വിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവിന്, ഫ്രണ്ട്സിന്, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിലെല്ലാം നിങ്ങൾ ഇമ്പോർട്ടൻ്റായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത്തരത്തിൽ നിങ്ങൾ ഈ ഒരു മൊബൈൽ ഫോൺ എല്ലാം തന്നെ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് അതിലുള്ള സിം എല്ലാം തന്നെ റിമൂവ് ചെയ്യുന്നു. അതുപോലെ അതിൽ എന്തെങ്കിലും ഡാറ്റാസ് എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ നമ്മൾ ബാക്കപ്പ് ചെയ്യുന്നു. ഫൈൻഡ് മൈ ഡിവൈസ് എന്ന ഓപ്ഷൻ എല്ലാം ഓഫ് ചെയ്ത് വയ്ക്കുന്നു. അതുപോലെ നമ്മൾ ആ ഒരു ഫോണെല്ലാം തന്നെ റീസെറ്റ് ചെയ്യാറെല്ലാം ഉണ്ട്. അതായത് ഫാക്ടറി റീസെറ്റ് എല്ലാം ചെയ്യുന്നു. ഇതിനെല്ലാം ശേഷം നമ്മൾ ആ ഒരു ഫോണ് നിങ്ങൾക്ക് വേണ്ടവർക്കെല്ലാം ഉപയോഗിക്കാനെല്ലാം കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇത് വിൽക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റായി സെറ്റ് ചെയ്തിരിക്കേണ്ട മറ്റൊരു സെറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെ നിങ്ങൾ ഈ ഒരു ഫോണെല്ലാം മറ്റൊരാൾക്ക് കൊടുത്തതിന് ശേഷം വളരെ ഇമ്പോർട്ടൻ്റായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ പുതിയ മൊബൈലിൽ നിങ്ങളുടെ ജിമെയിൽ അഡ്രസ്സ് എല്ലാം വച്ച് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സിൽ പോയതിനു ശേഷം ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ജിമെയിൽ അഡ്രസ്സ് എല്ലാം വന്നിരിക്കുന്നത് കാണാം. അതിനു നേരെയായി ഒരു ആരോ എല്ലാം വന്നിട്ടുണ്ട്. അതിൽ ടാപ്പ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാ ജിമെയിൽ അഡ്രസ്സും ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ഒരു അഡ്രസ്സാണ് ലോഗിൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ഒന്ന് മാത്രമായിരിക്കും കാണിക്കുക. ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മറ്റു ജിമെയിൽ അഡ്രസ്സ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ പ്രൈമറിയായി യൂസ് ചെയ്യുന്ന ജിമെയിൽ അഡ്രസ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ജിമെയിൽ അഡ്രസ്സും ഇതുപോലെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിന് താഴെയായി മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് എല്ലാം വന്നിട്ടുണ്ട്. ഇതിൽ സെക്യൂരിറ്റി ആൻഡ് സൈൻ ഇൻ എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ടാപ്പ് ചെയ്യാം. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോഴാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം യുവർ ഡിവൈസസ് എന്ന് വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ വിറ്റിരിക്കുന്ന ആ ഒരു മൊബൈൽ അത് ഏതാണോ അത് ഇവിടെ ഈ ഒരു ലിസ്റ്റിലെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഉദാഹരണമായി എൻ്റെ ഈ ഒരു പോക്കോ X2 ആണ് ഞാൻ ഈ ഒരു കൊടുത്തിരിക്കുന്ന മൊബൈൽ, അല്ലെങ്കിൽ വിറ്റിരിക്കുന്ന മൊബൈലെങ്കിൽ ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇമ്പോർട്ടൻ്റായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു കാര്യം, സൈൻ ഔട്ട് ചെയ്യുക എന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത ഡിവൈസ് എല്ലാം തന്നെ സൈൻ ഔട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇത് അഡീഷണലായി നമ്മുടെ സെക്യൂരിറ്റിക്കും സേഫ്റ്റിക്കും എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്